മരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് കുടുംബശ്രീ ADS വാർഷികം നടന്നു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. കണിച്ചുകുളങ്ങര സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ADS പ്രസിഡന്റ് സുനജ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷൈജ കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജ്യോതി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഫായ് ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ കെ കുമാരൻ പാലിയേറ്റ് ചെയർമാൻ S രാധാകൃഷ്ണൻ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CC ഷിബു, വാർഡ് മെമ്പർ മിനി, ADS ചെയർപേഴ്സൺ അനീജി എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അഷ്ടപതിക്ക് A ഗ്രേഡ് നേടിയ പ്രേം ഗോവിന്ദ്, ഓടക്കുഴൽ അഷ്ടപതിക്ക് A ഗ്രേഡ് നേടിയ ദേവദർശൻ, കേരള ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച അമൽ രഞ്ജിത്ത്, പഞ്ചായത്തിലെ മികച്ച കർഷക രമാദേവി എന്നിവർക്കാണ് ആദരവ് നൽകിയത്. ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലില്ല. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് 64,006 പേരെ അതിദരിദ്രരായി കണ്ടെത്തിയിട്ടുണ്ട്. 2021 അത്തരത്തിലൊരു സർവേ നിങ്ങളുടെ കുടുംബശ്രീയുടെ സഹായത്തോടുകൂടി ഒരു സർവേ നടത്തിയിട്ടാണ് 64,006 പേര് കേരളത്തിൽ അതിദരിദ്രരുണ്ട് എന്നുള്ളത് ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ പഞ്ചായത്തിലടക്കം കുറച്ച് പേരുണ്ട് അല്ലേ? ഉണ്ട്. അങ്ങനെ അതിദരിദ്രരായിട്ട് എത്ര പേരുണ്ട്? 24 പേരാവുള്ളത്. നമ്മുടെ പഞ്ചായത്തിലും അതിദരിദ്രരായിട്ടുള്ള 24 പേരാവുള്ളത്. പക്ഷെ അതെല്ലാം ഇപ്പോൾ അവർ അതിദരിദ്രം എന്ന് പറയുമ്പോൾ അവർക്ക് വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, സ്വന്തമായി സ്ഥലമില്ലാത്തവർ, അതുപോലെ 3 നേരവും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയാണ്. ഒന്നും ഇപ്പോൾ അങ്ങനെ ഇല്ല. പക്ഷെ അവരെ പോലും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 80% ആൾക്കാരെ ആ അതിദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അത് നമ്മുടെ പഞ്ചായത്തിൽ 24 പേരെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് അടുത്ത നവംബർ 1 ആകുമ്പോൾ ആ മുഴുവൻ പേരെയും ആ രേഖയിൽ നിന്ന് നമ്മൾ മാറ്റി തീർക്കുന്നുള്ള കർത്തവ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുടുംബശ്രീ അടക്കം എത്തുക. ഇനിയിപ്പോൾ കുടുംബശ്രീ ഇപ്പോൾ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം 4 ദിവസം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരെ കുടുംബശ്രീ പഠിക്കാൻ വേണ്ടി നമ്മുടെ പ്രദേശത്തേക്ക് വരിക, നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പഞ്ചായത്തിലടക്കം അവർ അതിനെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുടുംബശ്രീ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ലോകരാജ്യങ്ങൾ പോലും നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീയെക്കുറിച്ച് പഠിക്കുക. അത്ര ഏറ്റവും വലിയ ഒരു സ്ത്രീ കൂട്ടായ്മയായി, ഒരു കരുത്തുറ്റ ഒരു കൂട്ടമായി ഇന്നിപ്പോൾ നമ്മുടെ കുടുംബശ്രീ മാറുക. ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമുക്ക് ഇല്ലാതാക്കാൻ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏതൊരു ആവശ്യത്തിനും നമുക്കൊരു മുറ്റത്തെ നമ്മുടെ സുതാര്യ ബാങ്കായി നമ്മുടെ കുടുംബശ്രീ മാറി. നമ്മുടെ ഒരു കല്യാണം അല്ലെങ്കിൽ മറ്റ് അടിയന്തര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ നേരത്തെ നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളിലേക്കാണ് നമ്മൾ സമീപിക്കുക. ഇന്നതെല്ലാം മാറി. ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബശ്രീയിൽ നിന്ന് 1-2 ലക്ഷം, 2-3 ലക്ഷം രൂപ വേണമെങ്കിൽ കുടുംബശ്രീയിൽ നിന്ന് കിട്ടുന്ന ഒരു തരത്തിലേക്ക് വീട്ടുമുറ്റത്തെ ഒരു സുതാര്യ ബാങ്കായി നമ്മുടെ കുടുംബശ്രീ മാറി.